ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതിയുടെ അമ്മ തിരുമേനി പറഞ്ഞതുപോലെ ദൃഷ്ടിദോഷം മാറ്റാനുള്ള ചടങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് സച്ചിയുടെ കയ്യിലോട്ട് രേവതി കൊണ്ടുവന്ന് കീ കൊടുത്തിട്ട് പറയും, സച്ചിയേട്ടൻ ഈ കീ മേടിക്കുക എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോഴത്തേന് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സച്ചി ആ കയ്യിൽ മുറുകെ പിടിക്കുകയും രേവതിയെ ചേർത്ത് പിടിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. മഹേഷിനും രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും സന്തോഷമാകും. എന്നിട്ട് ഇനി നമുക്ക് പോകാം, വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ കൊണ്ട് കാറിൻ്റെ അടുത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുപ്പിക്കുകയാണ്. അന്നേരം വണ്ടിയെ കയറി കഴിയുമ്പോഴും സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ വണ്ടിയെ കയറി നിന്നിട്ട് സച്ചി ഇങ്ങനെ ആ വണ്ടിയൊക്കെ തഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ കൂട്ടുകാരൻ അതിന് മുമ്പ് പറയുന്നുണ്ട്, ഓട്ടോയുടെ കീങ്ങി അന്നേരം ഞാൻ ആ ഓണറെ എടുത്ത് ഏൽപ്പിച്ചേക്കാമെന്ന്. അന്നേരം സച്ചി ആ കീയൊക്കെ അങ്ങ് കൊടുക്കും മഹേഷിൻ്റെ കയ്യിൽ. എന്നിട്ട് വണ്ടിയെ കയറി ഇരുന്ന് കുറേ നേരം വണ്ടിക്കിട്ടൊക്കെ നോക്കിയിട്ടാണ് സച്ചി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്ത? വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ വണ്ടി എടുത്തേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഞാനോർത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേന് രേവതി പിന്നെ ചന്ദനമൊക്കെ എടുത്ത് സച്ചിയുടെ നെറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിൻ രേവതിയുടെ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വണ്ടിയെടുത്ത് പിന്നെ അവരങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഈ വണ്ടിയെന്ന്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഇതെൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് എനിക്ക് മേടിച്ച് തന്നതെന്ന് പറയും. എന്തായാലും ഇനിയിപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു പുതിയ വണ്ടി എടുക്കാമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ സച്ചിയേട്ടാ, അത് കാരണം നമുക്ക് ഇനി ഒരുപാട് ഓർഡറൊക്കെ കിട്ടുമ്പോൾ പുതിയ വണ്ടി എടുക്കാമെന്ന് പറയും. അതൊൻ്റെ ഒന്നും ആവശ്യമില്ല, നീ അധ്വാനിച്ച് മേടിച്ച് തന്ന വണ്ടിയിലാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് നമുക്കിനി പുതിയ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് സച്ചി പറയും. എന്തായാലും ഇപ്പോൾ സന്തോഷമായല്ലോ. എനിക്കാണെങ്കിൽ സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് ഓർക്കുമ്പോഴത്തേന് ഭയങ്കര സങ്കടമായിരുന്നൊക്കെ പറയും. നീ എന്തിനാ മൊത്തം പൈസ എടുത്ത് വണ്ടി മേടിക്കാൻ പോയേ? നിനക്കൊന്നും മേടിക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സച്ചിയേട്ടൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. നമ്മൾ ഇങ്ങനെ ഓരോരുത്തരുടെ സന്തോഷമല്ലേ നോക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. ഞാൻ ചുമ്മാതെ വീട്ടിൽ ഇരുന്ന സമയത്ത് സച്ചിയേട്ടൻ എനിക്കൊരു പൂക്കട ഇട്ട് തന്നു, അതെന്തിനാന്ന് ചോദിക്കും. അത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാനും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ട് തന്നെന്ന് പറയും. സ്ത്രീകൾക്കൊരു സ്വന്തമായ വരുമാനമുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലും വില കിട്ടും, നാട്ടിലും വില കിട്ടും, അതിനുവേണ്ടിയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി പറയും, അതുപോലെ തന്നെയുള്ളൂ, സ്വന്തം ഭർത്താവിൻ്റെ തല മറ്റുള്ളവരുടെ മുമ്പിൽ താഴാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ കാർ എടുത്ത് സച്ചിയേട്ടന് തന്നിരിക്കുന്നത് എന്ന് പറയും. എന്നാലും എനിക്കൊരു കാറ് നീ മേടിച്ച് തന്ന സ്ഥിതിക്ക് നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണ്ടേ, ഒരു സമ്മാനം ഞാൻ നിനക്ക് തരണ്ടേ എന്നൊക്കെ ചോദിച്ച് രേവതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, എന്താ സച്ചിയേട്ടാ ഉദ്ദേശിച്ചെന്നൊക്കെ ചോദിക്കും. ഇത് നമ്മൾ കാറേലാകട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള സമ്മാനമൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറൊരു സമ്മാനമാണ് ഉദ്ദേശിച്ചെന്ന് പറയും. അന്നേരം രേവതിക്ക് അങ്ങ് നാണമൊക്കെ ആകുന്നുണ്ട്. അന്നേരം പിന്നെ ആ സച്ചി ആ വണ്ടി കൊണ്ടുപോയി ഒരു പൂക്കടയുടെ മുമ്പിൽ നിർത്തിയിട്ട് ആ കടയിൽ നിന്ന് ഉള്ള പൂമാല മുഴുവൻ മേടിച്ചുകൊണ്ട് വന്ന് രേവതിയുടെ കൈ കൊടുക്കും. രേവതി ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇത്രയും പൂമാലയെന്ന്? ഇത് നിനക്ക് ഞാൻ തരുന്ന സമ്മാനമാണ്, നീ ഓർക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഞാൻ കാറ് മേടിച്ച് കൊടുത്തിട്ട് എനിക്കാകെ ഈ പൂ മാത്രമേ മേടിച്ച് തന്നുള്ളൂ എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയും, എൻ്റെ സച്ചിയേട്ടൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പൂവും പൂക്കടയൊക്കെ ആയിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പൂ തന്നെയാണ് എന്ന് രേവതി പറയും. അന്നേരം സച്ചി ആ പൂ മുഴുവൻ എടുത്ത് രേവതിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ വണ്ടിയെ കയറി പോരുമ്പോഴത്തേന് രേവതി പറയും, നമുക്കെന്നാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അച്ഛനോട് കാറ് കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിനു മുമ്പ് നമുക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് സച്ചി കാറും കൊണ്ട് കൂട്ടുകാരുടെ അടുത്ത് ഇരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ കാറൊക്കെ ആയിട്ട് കാണുമ്പോഴത്തേനും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം സച്ചി ഇറങ്ങി വന്ന് ചോദിക്കും, നിങ്ങളെന്താടാ ഞെട്ടാത്തതെന്ന്? ഇതെൻ്റെ സ്വന്തം കാറാണ്, എൻ്റെ ഭാര്യ എനിക്ക് മേടിച്ച് തന്ന കാറാന്നൊക്കെ പറയും. അന്നേരം ഇവരെല്ലാവരും ചിരിക്കുന്നേ ഉള്ളൂ. എന്താ നിങ്ങൾ ഞെട്ടാത്തെന്ന് ചോദിക്കും. പറയും, ഞങ്ങളെന്തിനാണ് ഞെട്ടുന്നത്, ഈ കാര്യം ആദ്യം അറിഞ്ഞത് ഞങ്ങളല്ലേ എന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. അതെ, നിനക്ക് കാറ് മേടിച്ച് തരുന്ന കാര്യം പറയാനായിട്ട് രേവതി ആദ്യമേ വന്നത് ഇങ്ങോട്ടാണ്, ഞങ്ങളോടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഹേഷും അവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ നിങ്ങളുടെ അറിഞ്ഞിട്ടാണ് പോയി കാറൊക്കെ നോക്കിയതെന്നൊക്കെ പറയുമ്പോൾ, ആഹാ നിങ്ങളെല്ലാവരുടെ കൂടി എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് മഹേഷ് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ഒരാളെ കൊണ്ടാണ് വരുന്നത്. അന്നേരം പേര് വണ്ടിയുടെ മുമ്പിൽ എഴുതുന്ന കാര്യവും പുറകിൽ എഴുതുന്ന കാര്യമൊക്കെ പറയുകയാണ്. പിന്നെ
അപ്പോൾ സച്ചി പറയും രേവതിയുടെ പേര് എഴുതാമെന്ന്, രേവതി പറയും സച്ചിയുടെ പേര് എഴുതാമെന്ന്. അന്നേരം അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേരും സച്ചിയും രേവതിയും മൊത്തം എഴുതാമെന്ന് പറയുന്നുണ്ട്. വേണ്ട, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി പറയും എന്നാൽ പിന്നെ നമുക്ക് സച്ചിയുടെ അക്ഷരവും രേവതിയുടെ ആദ്യത്തെ അക്ഷരവും കൂടെ കൂട്ടി നമുക്ക് എഴുതാം, SR എന്ന് എഴുതാമെന്ന് പറയും. എന്നാൽ അത് മതിയെന്ന് പറയുമ്പോഴത്തേന് ആ കൂട്ടുകാരൻ ചെറുക്കൻ അതുപോലെ തന്നെ SR എന്ന് കാറിൻ്റെ പുറകിൽ എഴുതി വെക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് സച്ചിക്കും രേവതിക്കും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്, കൂട്ടുകാർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം സച്ചി പറയും ഇനി എന്നായാലും നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്തുനിന്ന് പോരുകയാണ്. അപ്പോൾ സച്ചി പറയും എനിക്ക് ഓട്ടോയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അന്നേരം പറയും അതല്ല, ഓട്ടോയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതുപോലെ മുട്ടി ഒരുമിയൊക്കെ പോകാമല്ലോ, ഇതിപ്പം കാറാകുമ്പോൾ 2 സീറ്റിൽ ഇരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മടിയിലോട്ട് കയറിയിരിക്കാമെന്നൊക്കെ രേവതി പറയും. എന്നാൽ ഇരുന്നോന്ന് ഉടനെ സച്ചിയും പറയുന്നുണ്ട്. രേവതി പറയും എൻ്റെ സച്ചിയേട്ടാ ഒന്ന് മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷത്തോടു കൂടി വർത്തമാനം പറഞ്ഞാണ് വണ്ടി ഓടിച്ച് പോരുന്നത്. പിന്നീട് കാണിക്കുന്നത് സുധിയാണ്. സുധി രവീന്ദ്രനോട് വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മയെ കണ്ടായിരുന്നോ, എന്നെ വിശന്നിട്ടങ്ങ് വയ്യ, വല്ലതും ഫുഡ് റെഡി ആയോന്ന് അറിയാൻ വേണ്ടിയാണ്. എടാ നീ ഇത് മാത്രം ഓർത്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് നീ വന്നേന്ന് ചോദിക്കുന്ന ഉടനെ സുധി ഓടി വരും. അച്ഛൻ്റെ ഈ വല്ല സ്നാക്സും ഉണ്ടോ എന്ന് ചോദിക്കും. എടാ നീ എന്താ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ഫുൾ ടൈം കഴിച്ചും ഉറങ്ങിയൊക്കെ ഇരുന്നാൽ മതിയോ, വല്ല ജോലിക്കും പോകണോ എന്നൊരു ചിന്തയൊന്നും ഇല്ലെന്ന്. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതാണല്ലോ എന്ന് പറയും. ഏതാ കാനഡയിലെ ജോലിയാണോ എന്ന് ചോദിക്കും. അതെ. എടാ ആദ്യം ചുമ്മാ സ്വപ്നത്തിൽ മാത്രമുള്ള ജോലിയല്ലേ, അല്ലാതെ 14 ലക്ഷം രൂപ കൊടുക്കാൻ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് കേട്ടുകൊണ്ട് ഉടനെ ചന്ദ്രമതി പറയും രവിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയാതെ, അവൻ ആ ജോലിക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്, അവൻ ഇങ്ങനെ സാധാരണ ജോലിയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയും. നീ സച്ചിയെ കണ്ടുപിടിക്കണം, അവൻ്റെ കാറ് വിറ്റപ്പോഴത്തേന് അവൻ ഓട്ടോ ഓടിക്കാൻ പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവൻ്റെ കാര്യം നടത്താനായിട്ട് അവൻ നോക്കുന്നത്. നിനക്കാണെങ്കിൽ ഒരു നാണവുമില്ല, നീ നിൻ്റെ ഭാര്യയുടെ ചിലവിലാണ് കഴിയുന്നത് മുഴുവൻ, അവൾ ജോലിക്ക് പോകുന്നു, ആ പൈസയെ നീ പുട്ടടിച്ച് പെരയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുന്നു, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്, എനിക്ക് ഇത്ര ഡിഗ്രിയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിയും പറയും സച്ചിയെ പോലാണോ രവിയേട്ട ഇവന് ഇത്ര ഡിഗ്രിയൊക്കെ ഉള്ളതല്ലേ, ഇവൻ ഇങ്ങനെയൊന്നും വീട്ടിലിരിക്കേണ്ടവനല്ല, വളരെ ഉയരത്തിൽ എത്തേണ്ടതാ, ഇവന് നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ റോക്കറ്റ് പോലെ പോകുമെന്നൊക്കെ പറയും. ഇവൻ ഈ പൂരത്തിനൊക്കെ പൊട്ടിക്കുന്നുണ്ടോ റോക്കറ്റ് പോലെ പോകാനേ സാധ്യതയുള്ളൂ, അത് മേളിൽ ചെന്നിട്ട് താഴോട്ട് പോരത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവനെ വലിയ റോക്കറ്റിൽ വല്ലതും കയറ്റിയിട്ട് അങ്ങ് മേലോട്ട് വിടണം, അല്ലാതെ ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുതെന്നൊക്കെ സുധി പറയും. അന്നേരം സച്ചിയായിട്ട് കമ്പയർ ചെയ്യേണ്ട എന്നാണ് ചന്ദ്രമതി പറയുന്നത്. അവനെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് കയറി വരുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.